കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഇന്നൊരു സാക്ഷിയായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ ഏറ്റവും വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ കർത്താവ് വലിയവനെന്ന് പറയുവാൻ ഇവിടെ ഒരു അവസരം ഒരുക്കി തന്ന സ്നേഹമുള്ള സാറിനോടുള്ള ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്ന അജിയച്ചൻ, ദാസന്, ബൈജു സാറ്, പ്രതാപണ്ണൻ, അലക്സ്, ഈ ആരാധന ഓരോ ദിവസവും അനുഗ്രഹത്തോടെ തുടങ്ങി ഈ 4-ാം ദിവസത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇനിയും 2 ദിവസം നേതൃത്വം കൊടുക്കേണ്ട ഓരോരുത്തരെയും എല്ലാവരെയും ഈ ആരാധനയിൽ പങ്കെടുത്ത് പലതും സമയങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഈ ആരാധനയ്ക്കായി എത്തിച്ചേർന്ന എല്ലാവരെയും കർത്താവ് അതിശയകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഒരു പുതിയ വർഷം പുലർന്നിട്ട് 4-ാമത്തെ ദിവസം, ഒരു 2026 വർഷത്തെ ആദ്യത്തെ ഞായറാഴ്ച, നമ്മുടെ പ്രാർത്ഥനാലയത്തിന്റെ കൺവെൻഷന്റെ 4-ാം ദിവസം, ഏറെ പ്രത്യേകതയുള്ള ഒരു ദിവസം. ഈ ദിനത്തിൽ അടിയനും യേശു വലിയവൻ എന്ന സാക്ഷ്യം പറയാൻ സാർ ഒരു അവസരം തരുമ്പോൾ ദൈവനാമ മഹത്വത്തിനായി എന്താണ് ഞാൻ പറയേണ്ടതെന്ന് ദൈവസന്നിധിയിൽ പലവട്ടം ആലോചിച്ചപ്പോൾ എന്റെ മുൻപിൽ ലഭിച്ചതെല്ലാം ഒരു പാട്ടായിരുന്നു. ആ പാട്ടാണ് ഞാൻ ആദ്യത്തെ ദിവസം വരുമ്പോൾ പ്രതാപനോട് പറഞ്ഞു, ഈ ദിവസം ഈ പാട്ട് നമുക്കിവിടെ പാടണം. എൻ രക്ഷക, എൻ ദൈവമേ, നിന്നിലായ നാൾ ഭാഗ്യമായി, എന്നുള്ളത്തിൽ സന്തോഷത്തെ എന്ന് ഞാൻ കീർത്തിച്ചെടുത്തെ. അതിന്റെ സ്വർഗവും ഈ കരാറിന് സാക്ഷി നിൽക്കുമെന്ന് മനമേ, എന്നും എന്നിൽ പുതുക്കുന്നു നൽമുദ്ര നീ ശുദ്ധാത്മാവേ. ഈ വരിയാണ് കൂടുതൽ ആഴത്തിൽ ആവർത്തിച്ച് ലഭിക്കുന്നത്. ആയതിനാൽ ഞാൻ ദൈവത്തിന്റെ ആലോചന മനസ്സിലാക്കി ഈ 2026 വർഷത്തിന്റെ 4-ാം ദിവസം ഈ കൺവെൻഷനിൽ ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പാട്ടിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു പറയുന്നത് ഒരു ഭാഗ്യ ദിനത്തെ പറ്റിയാണ്. അങ്ങനെയെങ്കിൽ ഈ 4-ാം ദിവസത്തെ കൺവെൻഷനായി തിരഞ്ഞെടുത്ത വിഷയം ദൈവമക്കളുടെ ഭാഗ്യ ദിനം എന്ന ഒരു വിഷയത്തെ കുറിച്ച് ദൈവനാമ മഹത്വത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 ഭാഗങ്ങളായി ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവ മക്കളുടെ ഭാഗ്യ ദിനം, ആരാണ് ദൈവമക്കളെന്നും എന്താണ് ദൈവമക്കളുടെ ഭാഗ്യദിനം എന്നതിനെ കുറിച്ച് ഏത് പുസ്തകം പറയുന്നു എന്നത് 1-ാമത്തെ ഭാഗത്തിലും. ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗ്യദിനം എന്നെ പോലെ നമ്മെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അയച്ച ഒരു ദൈവമകന്റെ ജീവിതത്തിൽ ഈ ഭാഗ്യദിനം എങ്ങനെ പ്രാവർത്തികമായി മാറുന്നു എന്ന് പത്രോസ് എന്ന നമ്മെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തെ നോക്കി 2-ാമത്തെ ഭാഗവും പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ ഭാഗത്തിലേക്ക് വരാം. ദൈവമക്കളുടെ ഭാഗ്യദിനം. അതിൽ ദൈവമക്കളുടെ ഭാഗ്യദിനം എന്തെന്ന് അറിയണമെങ്കിൽ ആദ്യം ആരാണ് ദൈവത്തിന്റെ മകനും മകളും എന്ന് അറിയണം. ഇതറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ അറിവ്. ഈ ഭൂമിയിൽ ഒരു ദൈവമകൻ, ഒരു ദൈവമകൾ ആരാണ് എന്ന് അറിയണം. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ യുദ്ധങ്ങളും ക്ഷാമങ്ങളും കൊലപാതകങ്ങളും മയക്കുമരുന്നും മദ്യവും ഈ ലോകത്തുള്ള കള്ളക്കടത്തും അഴിമതിയും എവിടെ നോക്കിയാലും സാത്താന്റെ പ്രവർത്തനത്താൽ നിറയപ്പെട്ട ഒരു ലോകത്താണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഈ ലോകത്ത് റോമർക്കെതിരെ ലേഖനം 12:1 പറയുന്നത് പോലെ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത് ഭൂമിയിലേക്ക് അയച്ച ദൈവമക്കൾക്ക് ദൈവം നൽകിയ പേരാണ് നിങ്ങൾ ദൈവത്തിന്റെ പ്രിയ മകനും പ്രിയ മക്കളും. ദൈവമക്കൾ ആരാണ്? ഈ ദുഷ്ടന്റെ അധീനതയിലുള്ള ലോകത്ത് ഇതിൽ നിന്ന് വേർപെട്ടവനായി യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം ഈ ഭൂമിയിലേക്ക് നിയമിച്ചയച്ച ദൈവമക്കളെയാണ് ദൈവത്തിന്റെ പ്രിയ മകനും മകളും എന്ന് അറിയപ്പെടുന്നത്.
ഈ വലിയ രഹസ്യം എപ്പോഴും ദൈവമക്കളുടെ മുൻപിൽ നിറഞ്ഞു നിൽക്കാൻ കർത്താവ് ഒരു വചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ തരികയാണ്. എപ്പോഴും ഓരോ ദൈവമകന്റെയും മുമ്പിൽ ഈ വചനം എപ്പോഴും അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനം ആകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതിയിൽ വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ പ്രിയമകനായി പ്രിയമകളായി തിരഞ്ഞെടുത്തത് ഈ ഭൂമിയിൽ ഈ ലോകത്തിന് അനുരൂപനായി ജീവിക്കാനല്ല, ഇവിടെ എന്റെ മകനായി എന്റെ മകളായി നീ ജീവിക്കാൻ ഞാൻ നിന്നെ ഭൂമിയിലേക്ക് അയച്ചതാണ്. ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ ഇതിൽ പരം ഭാഗ്യം ഈ ലോകത്ത് വേറെയില്ല. ഈ ദൈവത്തിന്റെ മകൻ മകൾ എന്ന പദവിയെക്കാളും വലിയൊരു പദവി ഈ ലോകത്ത് കിട്ടാനുമില്ല. അതിനേക്കാളും വലിയൊരു പദവിയില്ല. ഈ പദവിക്ക് കർത്താവ് പല വിശേഷണങ്ങൾ നൽകുന്നു. 2 കൊരിന്ത്യർ 5:20 ഓരോ ദൈവമകനും ദൈവമകളെ നിന്നെ ഞാൻ ഈ ഭൂമിയിൽ എന്റെ സ്ഥാനാപതിയാക്കി അയച്ചിരിക്കുകയാണ്. കർത്താവിന്റെ അംബാസഡർ ഈ ഭൂമിയിൽ എന്റെ യേശുവിന് വേണ്ടി സംസാരിക്കാൻ ദൈവം ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന്റെ മകനെയും മകളെയുമാണ് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രിയ മക്കളായി കർത്താവ് കാണുന്നത്. അവർക്ക് നൽകിയിരിക്കുന്ന ദൗത്യം ദുഷ്ടന്റെ അധീനതയുള്ള ഭൂമിയിൽ കർത്താവിന് വേണ്ടി സംസാരിക്കാൻ ദൈവം അയച്ചവരാണ് ദൈവത്തിന്റെ മകനും മകളും എന്ന് അറിയണം. എഫേസ്യർക്കെതിരെ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ അവിടെയും പറയുന്നു, നാം ദൈവത്തിന്റെ കൽപ്പനയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ എവിടെ നോക്കിയാലും ദുഷ്പ്രവൃത്തി നിറഞ്ഞ ഈ ലോകത്ത് സൽപ്രവൃത്തി, യേശുവിന്റെ സ്വഭാവം, അതാണ് ഈ നാളുകളിൽ സാർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ ഭാവം, എളിയവനോട് ദയ കാണിക്കുന്ന, എളിയവനെ കരുതുന്ന കർത്താവിന്റെ സ്നേഹത്തും ദയയും ദീർഘക്ഷമയും പരോപകാരവും ഗലാത്യരുടെ ലേഖനം 5:22 പറയുന്ന ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ ജീവിക്കുവാൻ ദൈവഭൂമിയിലേക്ക് അയച്ചവരാണ് ദൈവത്തിന്റെ മകനും മകളും എന്നറിയണം. നമ്മളെപ്പോഴും വായിക്കുന്ന 1 പത്രോസ് 2:9 നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചവരാണ് ഈ ലോകത്തിലെ ദൈവത്തിന്റെ മകനും മകളും എന്ന് ആദ്യം അറിയണം. ആരാണ് ദൈവത്തിന്റെ മകൻ, ആരാണ് ദൈവമക്കൾ? ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി സംസാരിക്കാൻ, കർത്താവിന് വേണ്ടി പാടുവാൻ, കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയാൻ ദൈവം അയച്ച മക്കളെ കർത്താവ് വിളിച്ചു, നിങ്ങളാണ് ദൈവത്തിന്റെ മക്കളെന്ന് കർത്താവ് പറയുന്നു. ഈ പ്രവൃത്തിയുടെ മനോഹാരിതയും അതിന്റെ അതിശയവും അതിന്റെ ശ്രേഷ്ഠതയും എന്തെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, എന്നെ ഈ ഭൂമിയിൽ കർത്താവിന്റെ ഒരു അംബാസഡറായി കർത്താവ് നമ്മളെ അയച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ പ്രാർത്ഥനാലയത്തിൽ ഈ 1-ാം തീയതി മുതൽ 6 ദിവസം നമ്മൾ കൺവെൻഷനെ പ്ലാൻ ചെയ്തു. 1 മാസത്തിന് മുൻപ് നമ്മൾ കുടുംബങ്ങളെ ഓരോ ദിവസം ഓരോ കുടുംബങ്ങളെയൊക്കെ നമ്മൾ വളരെ ക്രമീകരിച്ച് ഒരു നോട്ടീസ് ഒക്കെ അടിച്ചു. നമ്മൾ ഒരുപക്ഷെ ഈ നോട്ടീസും കൊണ്ട് നമ്മൾ ഒരുപക്ഷെ ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. കർത്താവേ, ഇത് ഞങ്ങൾ ഈ പ്രാർത്ഥനാലയത്തിന്റെ കൺവെൻഷന് വേണ്ടി തയ്യാറാക്കി വെച്ച നോട്ടീസാണ്. അപ്പൊ കർത്താവ് ഇങ്ങോട്ട് കാണിച്ചു തരും. സങ്കീർത്തനം 139 16-ാം വാക്യത്തിൽ, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായില്ല. ഞാൻ പിണ്ടാകാരമിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഈ പ്രവൃത്തി, ഈ നോട്ടീസിലെ ഓരോ ദിവസവും ലോകസ്ഥാപനത്തിന് മുൻപേ എന്റെ ദൈവം രേഖപ്പെടുത്തിയ രേഖ കർത്താവ് ഇങ്ങോട്ട് കാണിച്ചു തരും. ഇത് നിന്റെ പ്രവൃത്തിയല്ല, ഇത് നമ്മുടെ ഓരോരുത്തരും ചിന്തയില്ല. ലോകസ്ഥാപനത്തിന് മുൻപ് എന്റെ അംബാസഡറായി ഭൂമിയിലേക്ക് വരേണ്ടവൻ അവൻ എന്ന് എപ്പോൾ എവിടെ സംസാരിക്കണമെന്ന് രേഖപ്പെടുത്തി ഭൂമിയിലേക്ക് അയച്ചതാണ് ഒരു ദൈവമകന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് നാം അറിയണം. ഒരു ദൈവമകൻ ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചവനാണ് എന്ന് അറിയണം. എഫേസ്യർ 1:4-5 നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഇവിടെ ഒരു അംബാസഡറായി യേശു വലിയവനെന്ന് പറയുവാൻ നമ്മൾ പറയുമ്പോൾ കർത്താവ് പറയുന്നു, നിന്റെ കഴിവോ എടുക്കുമല്ല, ലോകസ്ഥാപനത്തിന് മുൻപേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതുകൊണ്ട് ഞാൻ നിന്നെ അയച്ചതാണ് എന്ന് കർത്താവ് അവിടെ നമ്മെ ഉറപ്പിച്ചു തരികയാണ്. യിരെമ്യാ പ്രവാചകൻ 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ, നിന്നെ ഉദരത്തിൽ നിന്ന് ഉരുവാക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ
ഒരു ദൈവമക്കൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിസ്സാരരല്ല. ഈ ഭൂമിയിൽ എന്റെ യേശുവിന് വേണ്ടി സംസാരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം തിരഞ്ഞെടുത്ത് ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന്റെ പ്രിയ മക്കളാണ് ഓരോ ദൈവമകനും മകളും എന്നറിയണം. വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ചോദ്യം ചോദിക്കാം. ദൈവമേ, ഇന്ന് 2026 ഇവിടെ സംസാരിക്കേണ്ട ഞങ്ങളെ കുറിച്ച് അങ്ങ് ലോകസ്ഥാപനത്തിന് മുൻപേ രേഖപ്പെടുത്തിയതിന്റെ പിന്നിലെ മർമ്മമെന്ത്? കർത്താവ് പറയുന്നു, ഈ 2026 ഇവിടെ നീ യേശുവിനെ സംസാരിക്കുന്നതിന് പിന്നിൽ, ഞാൻ ലോകസ്ഥാപനത്തിന് മുൻപേ ഇതെല്ലാം തയ്യാറാക്കുന്നതിന് പിന്നിൽ, ലോകസ്ഥാപനത്തിന് പിന്നിൽ നടന്ന ഒരു സംഭവത്തിന് ബന്ധമുണ്ട്. നമ്മളാരെയും അറിയാത്ത ലോകസ്ഥാപനത്തിന് മുൻപ് ഒരു സംഭവം നടന്നു. അത് സ്വർഗത്തിൽ ദൂതന്മാരുടെ ഗണത്തിൽ ശ്രേഷ്ഠ ഗണമായിരുന്നു ലൂസിഫറും കൂട്ടരും. അവർ ദൈവത്തിന്റെ മുൻപിൽ ദൈവത്തെക്കാൾ മുകളിൽ കയറുവാൻ സാഹസം ചിന്തിച്ചപ്പോൾ അവന്റെ വെളിച്ചം ഇരുട്ടായി മാറി. അവനെ പെട്ടേറ്റ് ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. അവനാണ് ദൈവത്തിന് എതിരെ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലൂസിഫർ കൂട്ടരുമെന്ന് നാം അറിയണം. അവിടെ വെളിപാട് പുസ്തകം നോക്കുമ്പോൾ അവന്റെ കൂടെ 3-1 ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് നഷ്ടമായി. ദൈവം പകരം നഷ്ടമായ ദൂതന്മാർക്ക് പകരം മറ്റു ദൂതന്മാരെ അല്ല ദൈവം അടുത്ത് കണ്ടത്. ദൂതന്മാർക്ക് മുകളിൽ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തന്റെ തേജസ്സും ബഹുമാനവും അണിയിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജയാളികളായ ഒരു സൈന്യത്തെ കർത്താവിന് വേണം. ഒരു സൈന്യമായല്ല, തന്റെ മകനും മകളുമായി ഒരു വലിയ, ആർക്കും എണ്ണിക്കൂടാൻ പറ്റാത്ത വിവിധ ഭാഷയിലെ ഗോത്രത്തിലുള്ള കോടാനുകോടി ജയിച്ച മക്കളെ കർത്താവിന് വേണം. അവരെ ലോകസ്ഥാപനത്തിന് മുൻപേ ഈ ലൂസിഫർ വീണ ആ ഇടത്ത് പ്രതിഷ്ഠിക്കാൻ കർത്താവ് കണ്ടു. അക്കൂട്ടത്തിൽ നമ്മെയും കർത്താവ് കണ്ടു. അതാണ് ഏറ്റവും വലിയ ഒരു ദൈവമകന്റെ ഭാഗ്യമെന്ന് നാം അറിയണം. നാം നിസ്സാരരല്ല. എന്റെ കർത്താവിന് വേണ്ടി ലോകസ്ഥാപനത്തിന് മുൻപേ യേശു വലിയവനെന്ന് പറയുവാൻ ഈ ഭൂമിയിലേക്ക് അയച്ച് ജയജീവിതം നയിക്കാൻ എന്റെ കർത്താവ് നമ്മളെ ഇവിടെ അയച്ചിരിക്കുകയാണ്. അപ്പൊ ജയജീവിതം എന്ന് പറയുമ്പോൾ അവിടെ ജയം എന്ന് പറയണം. ഈ ജയിച്ചത് എന്റെ യേശു ഈ ഭൂമിയിൽ ജയിച്ച് കാണിച്ചു തന്നു. ഈ സാത്താന്റെ തലയെ ഈ തകർത്ത് ജയോത്സവം കൊണ്ടാടാൻ ലോകസ്ഥാപനത്തിന് മുൻപേ ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ദൈവം കണ്ടിരുന്നു. ആ കുഞ്ഞാടാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, യേശുവിനെ നോക്കി ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് കാൽവരി ക്രൂശിൽ സാത്താന്റെ തലയെ തകർത്ത്, പരസ്യമായി സാത്താന്റെ തലയെ തകർത്ത് ജയോത്സവം കൊണ്ടാടി ജയം കർത്താവ് കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് കർത്താവ് തന്ന ദൗത്യം എന്താണ്? സാത്താന്റെ തലയെ കർത്താവ് തകർത്തതുപോലെ നിങ്ങളും ഇവിടെ വന്ന് സാത്താനെ തോൽപ്പിച്ച് നിങ്ങൾ ജയോത്സവം കൊണ്ടാടി കർത്താവിന്റെ മേൽ ജയിച്ചവനായി തിരികെ നിങ്ങൾ വരണം. അതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൗത്യം. എങ്ങനെയാണ് നാം ഈ ഭൂമിയിൽ സാത്താന്റെ മേൽ ജയോത്സവം കൊണ്ടാടുന്നത്? സകല ലോകവും, നമുക്ക് ചുറ്റും കാണുന്ന ലോകം മുഴുവനും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു, സാത്താന്റെ നിയന്ത്രണത്തിൽ കിടക്കുന്നു. സാത്താന്റെ ആശയങ്ങളും സാത്താന്റെ ഇഷ്ടങ്ങളും സാത്താന്റെ പ്രവൃത്തികളെയും വാഴ്ത്തി വർണ്ണിച്ച് സാത്താന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ ആളുകൾ, വേടൻ എന്ന് പറയുന്ന ഒരുത്തനെ അറിയാം, കഞ്ചാവും വ്യഭിചാരവും എന്തെല്ലാം തെമ്മാടിത്തം ചെയ്യുന്നു, അവനെ വാഴ്ത്തുവാൻ, അവന്റെ പിന്നാലെ അവനെ വാഴ്ത്തി അവാർഡുകളും എന്തെല്ലാം കൊടുക്കാൻ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരെ, കളിക്കാരെ, സ്പോർട്സുകാരെ, ലൂസിഫർ എന്ന സിനിമ അഭിനയിച്ച സിനിമ നടനൊക്കെ അവാർഡുകൾ, സാത്താന് വേണ്ടി ജീവിക്കുന്നവനെ ലോകം വാഴ്ത്തുമ്പോൾ ഇവിടെ ഒരു ദൈവമകൻ ജയിക്കേണ്ടത് അവന്റെ കൂടെ നിൽക്കാനല്ല, അവനെ തോൽപ്പിച്ച ഒരു യേശുവിനെക്കൊണ്ട് ആ യേശുവിനെ ഉയർത്താനാണ് എന്റെ കർത്താവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഞാൻ യേശുവിന് വേണ്ടി പാട്ട് പാടുമ്പോൾ, യേശുവിന് വേണ്ടി വചനം പറയുമ്പോൾ, യേശുവിന് വേണ്ടി സാക്ഷ്യം പറയുമ്പോൾ സാത്താന്റെ തല തകരുകയാണ് എന്ന് നാം അറിയണം. അപ്പോൾ ഈ ഭൂമിയിൽ ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്ത് ഈ പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ ലോകക്കാർ ഒരുപക്ഷെ നമ്മളെ പരിഹസിച്ചേക്കാം. പക്ഷേ സത്യം നമ്മൾ അറിയണം. ഈ ലോകത്ത് നമ്മെ പോലെ സാധാരണ ഒരു മനുഷ്യൻ, വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ശ്വാസത്തേക്കാൾ ലഘുവായ ഈ ലോകത്തുള്ള സാധാരണ മനുഷ്യനെ അവൻ ഉന്നത മനുഷ്യനെന്നും മഹാന്മാരെന്നും പറഞ്ഞ് അവരെ ഉത്തമന്മാരായി വാഴ്ത്തി വർണ്ണിച്ച് വിപ്ലവങ്ങളും ക്രിക്കറ്റ് കളിക്കാരും സ്പോർട്സ് കളിക്കാരും സിനിമാക്കാരെയും ഒക്കെ പാർട്ടിക്കാരെയും ഒക്കെ മനുഷ്യനെ വാഴ്ത്തി അവനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ ഈ ലോകത്തെ ജയിച്ച യേശുവിനെ വാഴ്ത്തുമ്പോൾ ലോകം ഒരുപക്ഷെ കളിയാക്കും. പക്ഷേ അതിന്റെ പിന്നിലെ മഹത്വം ഒരു പാട്ടിലെ വരികളിലൂടെ ഒരു ദൈവഭക്തൻ ഇങ്ങനെ പാടുകയാണ്.
ഉലകമഹാന്മാർ അഖിലവും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലവും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവാൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവാൻ നാം അഭിമാനിക്കണം. ലോകം പരിഹസിച്ചാലും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വാഴ്ത്തുന്ന ഏത് മനുഷ്യന്റെയും അവസ്ഥ അവൻ ഒരുപോലെ, ഉലക മഹാന്മാർ ഒരുപോലെ കല്ലറയിൽ ഉറങ്ങുമ്പോൾ കല്ലറയെ തകർത്ത് ജീവിക്കുന്ന ഒരു യേശുവിനെയാണ് ഞാൻ വാഴ്ത്തുന്നതെന്ന് അഭിമാനത്തോടെ ഉയർത്തു പറയാനാണ് അംബാസഡറായി കർത്താവ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് ശക്തിയോടെ പറയുവാൻ കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ ഒരു അവസരം തന്നിരിക്കുകയാണ്. ഈ വലിയ ദൗത്യവുമായി നമുക്ക് തരുമ്പോൾ കർത്താവ് ചില മുന്നറിയിപ്പ് കൂടി നമുക്ക് തരികയാണ്. ഈ ദൗത്യത്തിലേക്ക് ഭൂമിയിലേക്ക് അയച്ച ദൈവമക്കൾക്ക് കർത്താവ് പറഞ്ഞു, ഒരുപക്ഷെ എല്ലായിടത്തും യേശു വലിയവൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആ പ്രവൃത്തി തുടങ്ങുന്ന സമയം തന്നെ ഒരു ആത്മീയ യുദ്ധം നിങ്ങൾക്കെതിരെ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അത് സജയ് കഴിഞ്ഞ ദിവസം നമുക്ക് പറഞ്ഞു തന്നു. യേശു വലിയവൻ എന്ന് കേൾക്കുമ്പോൾ ഛത്തീസ്ഗഡും നോർത്ത് ഇന്ത്യയിലും ഒക്കെ യേശു വലിയവൻ എന്ന് പറയുന്നവരെ തേടി വരുന്നത് ജയിലും പോലീസും വെച്ചറക്കൽ പോലെയുള്ള പ്രവർത്തകരാണ് അവരെ ഓടി വന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത്. അതിനപ്പുറം നൈജീരിയയിലേക്ക് പോകുമ്പോൾ യേശു വലിയവൻ എന്ന് പറയുന്നവരെ തേടി വെടിയുണ്ടകളും അവരെ തേടി വരുന്നത് വടിവാളുകളൊക്കെയാണ്. അപ്പോൾ അവിടെ കർത്താവ് പറയുന്നു, ഇത് കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടണ്ട. കാരണം യോഹന്നാൻ 17:14 ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ലോകം അവരെ പകച്ചു. യോഹന്നാൻ 15:18 ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെയും പകച്ചിരിക്കുന്നു എന്നറിവിൽ. ഇനിയാണ് അറിയേണ്ടത്, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ തനിക്ക് സ്വന്തമായി സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരല്ലാതിരിക്കെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഈ പീഡനങ്ങളും ഈ വേദനകളും കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾ ആരാണ് എന്ന് ഉറപ്പോടെ മനസ്സിലാക്കണം. ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഈ കാര്യം പറഞ്ഞിട്ട് കർത്താവ് അവിടെ വിട്ടിട്ട് പോകുന്നില്ല. ഒരു കാര്യം കൂടി പറയുന്നു, യോഹന്നാൻ 16:33 ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മൾ അറിയണം, എന്റെ കർത്താവ് ഒരു അംബാസഡറായി നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒരു പരാജയപ്പെട്ട ശുശ്രൂഷ ചെയ്യാനല്ല. കർത്താവ് ലോകസ്ഥാപനത്തിന് മുൻപ് നമുക്ക് പ്ലാൻ ചെയ്ത് തന്ന ശുശ്രൂഷ ഒരു പരാജയത്തിന്റെ ശുശ്രൂഷയല്ല. കാരണം എന്റെ യേശു ജയിച്ചവനാണ്. ഒരു ജയ ശുശ്രൂഷയാണ്, ഒരു ജയത്തിന്റെ ആഘോഷമാണ്, ജയത്തിന്റെ ഘോഷമാണ് ഈ ഭൂമിയിൽ ഘോഷിക്കാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു യേശു വലിയവൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു കൺവെൻഷനും ആരാധനയും ഒക്കെ വലിയ ജനസാഗരം വന്ന് നിറയുമ്പോൾ അതാണ് വിജയമെന്ന് ഒരുപക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ മുൻപിലുള്ള ഒരു ശുശ്രൂഷയുടെ വിജയം എന്ന് പറയുന്നത് അതല്ല. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 44 മുതൽ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനും ബർന്നബാസും അവിടെ യേശുവിന്റെ വചനം സംസാരിക്കുകയാണ്. യേശുവിന്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ 45-ാം വാക്യത്തിൽ പറയുന്നു, യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അവിടെ വലിയൊരു ശുശ്രൂഷയെ അലങ്കോലപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവിടെ ദൈവവചനം പറയുമ്പോൾ സുവിശേഷ വിരോധികൾ വന്ന് വചനത്തെ എതിർ പറഞ്ഞ് അതിനെ ആ ശുശ്രൂഷയെ കുളമാക്കി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ശുശ്രൂഷ പരാജയം. പക്ഷേ ആ ശുശ്രൂഷ പരാജയമല്ല. അതിന്റെ കാരണം 48-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജാതികൾ ഈ വചനം കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വിജയിക്കുന്നത് ഇവിടെയാണ്. ഒരു ദൈവത്തിന്റെ വചനം ഒരിടത്ത് മുഴങ്ങി കേൾക്കുമ്പോൾ അവിടെ ലോകസ്ഥാപനത്തിന് മുൻപ് നിത്യജീവനായി നിയമിക്കപ്പെട്ട
അനേക മക്കൾ അവിടെ എവിടെയൊക്കെ ഉണ്ട്, വിവിധ ഭാഷയിൽ, വിവിധ ജാതിയിൽ, വിവിധ വർഗത്തിൽ, വിവിധ ഇടങ്ങളിലുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ അവർ സന്തോഷിച്ചാൽ, അവർ ദൈവത്തിൽ സന്തോഷിച്ചാൽ, ഈ വചനം കേട്ടവർ യേശു വലിയവനെന്ന് അവർ മഹത്വപ്പെടുത്തിയാൽ, ആ വിജയം, ആ സുവിശേഷ വേല, ആ ശുശ്രൂഷ വിജയമാണ്. നമ്മൾ യേശു വലിയവനെന്ന് സംസാരിക്കുമ്പോൾ, ഉയർന്നു കേൾക്കുമ്പോൾ, ഒരു വ്യക്തിക്ക് ആ വാക്കുകൾ കേട്ട് യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആത്മീയ സന്തോഷമുണ്ടെങ്കിൽ അത് മതി, വിജയമാണ്. ആ ശുശ്രൂഷ യേശു വലിയവനെന്ന് കേൾക്കുമ്പോൾ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ, അതിന്റെ നാവ് ചലിച്ചാൽ ആ ശുശ്രൂഷ വിജയമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നില്ലെങ്കിലും അവിടെ യേശുവിനെ മഹത്വപ്പെടുത്താൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ആ ശുശ്രൂഷ വിജയമാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു ദൈവമകൻ ആരാണ്? ഈ ഭൂമിയിൽ യേശുവിന് വേണ്ടി സംസാരിക്കാൻ, യേശുവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന് വേണ്ടി സാക്ഷീകരിക്കാൻ, ചുറ്റി കാണുന്ന ലോകം മുഴുവനും യേശുവിനെതിരെ സാത്താന്റെ വർണ്ണനകളും സാത്താന് വേണ്ടി നിൽക്കുമ്പോൾ യേശുവിന് വേണ്ടി സംസാരിക്കാൻ, യേശുവിന് വേണ്ടി ജീവിക്കാൻ, യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനാണ് ഓരോ ദൈവത്തിന്റെ മകനും മകളുമെന്ന് അറിയണം. അങ്ങനെയെങ്കിൽ നമ്മുടെ വിഷയത്തിന്റെ പ്രധാന ഭാഗം എന്താണ്? ഒരു ദൈവമകന്റെ ഭാഗ്യദിനം. ഈ ലക്ഷ്യവുമായി ഭൂമിയിലേക്ക് ഒരു ദൈവമകനെ ദൈവം അയക്കുകയാണ്. അവിടെ വേദപുസ്തകത്തിൽ തന്നെ കർത്താവ് നമുക്കൊരു ഉറപ്പ് തരുന്നു, ഒരു വലിയ ഒരു മുന്നറിയിപ്പ് തരുന്നു. ഒരു ദൈവമകൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ, ഒരു ദൈവമകൻ ദൈവിക ഉദ്ദേശത്തോടെ ഭൂമിയിലേക്ക് വരുമ്പോൾ, ഈ ലോകത്തിലെ അദൃശ്യ ശക്തികൾ സാത്താൻ അറിയുന്നു. അവൻ ആ കുഞ്ഞിന്റെ അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിറവേറാതിരിക്കാൻ ആ നിമിഷം മുതൽ സാത്താൻ പോരാടുന്നു, ആത്മീയ ആരംഭിക്കുന്നു. മോശെ എന്ന കുഞ്ഞ് ജനിക്കുമ്പോൾ അവനെ നശിപ്പിക്കാൻ സാത്താൻ അവിടെ ഉണ്ടായിരുന്നു. യേശു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ യേശുവിനെ നശിപ്പിക്കാനും സാത്താൻ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ദൈവമകന്റെ ദൗത്യവുമായി ഭൂമിയിലേക്ക് വരുമ്പോൾ അവനെ തോൽപ്പിക്കാൻ അവിടെ സാത്താന്റെ തന്ത്രം ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 22:33 ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം ഉൾക്കൊള്ളാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. കർത്താവ് അവളെ കൈവിടുന്നില്ല. നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. സാത്താൻ ഈ വലിയ ദൈവത്തിന്റെ പദ്ധതിയുമായി ലോകത്തിലേക്ക് വന്ന ഒരു വ്യക്തിക്ക് എതിരെ ഈ പ്രവർത്തനം നടക്കാതിരിക്കാൻ അവൻ പോരാടും. പക്ഷേ നമ്മെ സഹായിക്കാൻ കർത്താവ് ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിപ്പ് വെച്ചിട്ടാണ് അയച്ചത്. സഭാപ്രസംഗി 3:11 ദൈവമെല്ലാം സകലതും അതിന്റെ സമയത്തിൽ ചെയ്തു, നിത്യതയിൽ അവന്റെ ഹൃദയത്തിൽ വച്ചു. നീ ഭൂമിയിൽ എവിടെ നിന്ന് വന്നു? ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവത്തിന് വേണ്ടി നീ ഈ ഭൂമിയിൽ ജയിച്ച് മടങ്ങി പോകുവാൻ ദൈവം നിന്നെ അയച്ചതാണ് എന്ന് ഓരോ നിമിഷവും നിന്നെ ഓർമ്മിപ്പിക്കാൻ ദൈവം അവന്റെ ഹൃദയത്തിൽ വച്ച പരിശുദ്ധാത്മാവെന്ന ചിപ്പ് അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ദൈവമക്കളെ ഈ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുവാൻ സാത്താൻ പ്രവർത്തിക്കുന്ന ഒരു തന്ത്രമാണ് 1 യോഹന്നാൻ 2:16. അവിടെ പറയുന്നു, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ. ഒരു ദൈവമകനെ അവനെ കുറിച്ച് ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം ഒരു വലിയ പദ്ധതിയുമായി ലോകത്തിലേക്ക് അയക്കുമ്പോൾ അതിനെ തടയുവാൻ, അതിന് എതിരെ പ്രവർത്തിക്കുവാൻ സാത്താൻ അവനെതിരെ പോരാടുന്നു എന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ഈ പരിശുദ്ധാത്മാവ് എന്നെ ഈ വഴിയിൽ നിന്ന് തെറ്റിക്കൊണ്ടുപോകാൻ സാത്താൻ ഈ വഴിയിലൂടെ നിന്റെ ലക്ഷ്യം ഇതല്ല, ഈ ലോകത്തിന്റെ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഉള്ളിലിരിക്കുന്ന ചിപ്പാകുന്ന പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതല്ല നിന്റെ വഴി, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇതല്ല. അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് ഒരു ദിവസം ദൈവത്തിന്റെ ആ വലിയ രഹസ്യം നമ്മെ അറിയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. അതാണ് 2 കൊരിന്ത്യർ 6:2 ഇപ്പോഴാകുന്നു സുപ്രധാന കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മിച്ചു വരുന്നു, ഈ വചനം നിനക്ക് വേണ്ടിയാണ്, ഇത് വിട്ടുകളയരുത്, ഇതാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുള്ളത് എന്ന് അവനെ ഉറപ്പിക്കുവാൻ വചനങ്ങളുമായി കേൾക്കുന്ന വചനങ്ങളെ ദൈവമക്കളെ അവന്റെ കൂടെ ചേർക്കുന്നു. യെശയ്യാവ് 55:6 യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവൻ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലിരുന്ന് ദൈവത്തിന്റെ
ഞാൻ ആരാണ് എന്ന്, എന്നെ എന്തിനാണ് ഭൂമിയിലേക്ക് ദൈവം അയച്ചതെന്ന് അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവൻ ഒരുപക്ഷെ ഈ വഴിയിൽ നിന്ന് തെറ്റുമ്പോഴാണ് കഷ്ടതകളും വേദനകളും ഒരു വ്യക്തിയുടെ പിന്നാലെ വരുന്നത്. കഷ്ടതകളും വേദനകളും നിന്നെ തകർക്കാനോ നശിപ്പിക്കാനല്ല, നീ ആരാണ് എന്ന്. ഈ വഴിയിൽ നിന്ന് തെറ്റിപ്പോയി നിന്നെ ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം വലിയൊരു പദ്ധതി നിനക്കായി കണ്ടിരിക്കുന്നു. ആ വഴി പോകേണ്ടവനെന്ന് നിന്നെ ഓർമ്മിപ്പിക്കാനാണ് ദൈവം ഈ കഷ്ടതയും വേദനയും തന്നു എന്ന് അവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആ ഒരു ദിവസം, ഒരു പോയിന്റ് അവന്റെ ജീവിതത്തിൽ, ഞാൻ യേശുവിന്റെ ലോകസ്ഥാപനത്തിന് മുൻപ് എന്റെ കർത്താവിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് തിരിച്ചറിഞ്ഞ് എന്നെ ആ ദൗത്യത്തിന് വേണ്ടി നമ്മുടെ പുസ്തകം 6:8 അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, നമുക്ക് വേണ്ടി ആർ പോകുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ കൊണ്ട് എത്തിക്കുന്നു. ആ ദിവസത്തിന്റെ പേരാണ് ഭാഗ്യ ദിനം. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മകനാണ്. ഞാൻ എന്റെ യേശുവിന് വേണ്ടി ജീവിക്കാൻ വന്നവനാണ്. എന്റെ യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം എന്നെ നിയമിച്ചവനാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ആ ജീവിതത്തിന് വേണ്ടി എന്നെ വിട്ടുകൊടുക്കുന്ന ദിവസം, ആ ദിവസത്തിന്റെ പേരാണ് ഭാഗ്യ ദിനം. ഇനി ഈ കേട്ട കാര്യങ്ങളെല്ലാം നമ്മളെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, നമ്മെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ഭാഗ്യ ദിനത്തിൽ അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി വരുന്നത്? നമ്മളെ പോലെ ജീവിച്ച ഒരു വ്യക്തിയാണ് പത്രോസ്. ആ വ്യക്തിയുടെ ജീവിതത്തെ നോക്കി അവന് വേണ്ടി ദൈവം ഒരുക്കിയ ഭാഗ്യ ദിനത്തിൽ അവനെ കൊണ്ട് എത്തിച്ച വഴികളും വിധങ്ങളും നോക്കി ആ ഭാഗ്യ ദിനത്തിന് ശേഷം ലോകസ്ഥാപനത്തിന് മുമ്പ് പത്രോസ് എന്ന വ്യക്തിയെ കുറിച്ച് ദൈവം കണ്ട ജീവിതം എന്താണ് എന്ന് അത്ഭുത ജീവിതം ആ വ്യക്തിയിലൂടെ കണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ കേട്ടതെല്ലാം നമ്മൾ മനസ്സിലായി. ഒരു ദൈവമകൻ ആരാണ്? ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന് വേണ്ടി സംസാരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് ഒരു അംബാസഡറായി ദൈവം നിയമിച്ച് ഭൂമിയിലേക്ക് അയച്ച വ്യക്തി. അവന്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യദിനം എന്നാണ് സർവ്വലോകവും ദുഷ്ടന്റെ അധീനയിൽ കിടക്കുന്നതുകൊണ്ട് സാത്താൻ ഈ വലിയ ലക്ഷ്യം ഒരിക്കലും നിറവേറാതിരിക്കാൻ അവന്റെ പിന്നാലെ സാത്താൻ കൂടെ നടക്കുന്നു, ഊടാടി സഞ്ചരിക്കുന്നു. അതിനെ തോൽപ്പിച്ച് ഈ ലക്ഷ്യം അവനെ ഉറപ്പിക്കാൻ ദൈവം അവന്റെ ഉള്ളിൽ കൊടുത്ത പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും അവന്റെ പിന്നാലെ നാളത്തേക്ക് വെക്കരുത്, ഇന്ന് ഈ ദിവസം രക്ഷാ ദിവസം എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച് ആ ഒരു പോയിന്റിൽ നമ്മളെ കൊണ്ടെത്തിച്ചിട്ട് ആ ദിവസം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ദിവസമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഭാഗ്യദിനം. സക്കായിയുടെ വീട്ടിൽ യേശു വന്ന ദിവസം ഇന്ന് ഈ ഭവനം രക്ഷപ്പെട്ടു. അതായത് ആ ദിവസം സക്കായിയുടെ ജീവിതത്തിലെ ഭാഗ്യദിനം ആയതുപോലെ പത്രോസ് എന്ന വ്യക്തിയുടെ ജീവിതം നമ്മളെ പോലെ സാധാരണമായ ജീവിച്ച ഒരു വ്യക്തി, ആ വ്യക്തി എങ്ങനെ ഈ വലിയ അനുഗ്രഹത്തിലേക്ക് വന്നു എന്ന് വേദപുസ്തക ചരിത്രത്തിൽ വളരെ വേഗം അന്വേഷിക്കാം. പത്രോസ് ആരാണ്? പത്രോസ് ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി ദൈവം തയ്യാറാക്കി ഈ ഭൂമിയിലേക്ക് അയച്ച ഒരു വ്യക്തിയാണ് പത്രോസ്. പത്രോസ് ഈ ലോകത്തോട് ജീവിച്ചത് നമ്മളെ പോലെ ആരും കാണാത്ത ഏതോ ഒരു ഗ്രാമത്തിൽ, ബെത്സൈദ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പത്രോസ് ജീവിച്ചു. ഏറ്റവും സമൂഹവുമായി അധികം ഒട്ടും ബന്ധമില്ലാത്ത ഒരു മത്സ്യബന്ധന കുടുംബത്തിലാണ് പത്രോസ് ജനിച്ചു വളർന്നത്. പത്രോസിന്റെ ഉപജീവന മാർഗം മത്സ്യബന്ധനമായിരുന്നു. പത്രോസിന് ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഒരു കുടുംബസ്ഥൻ മത്സ്യബന്ധന ഉപജീവന മാർഗം നടത്തി ജീവിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ പത്രോസ് ആരായിരുന്നു? ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവത്തിന്റെ വലിയ പദ്ധതിക്കായി നിയോഗിക്കപ്പെട്ട വ്യക്തി. ഈ പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? അത് ദൈവമാണ്. ആ വഴിയിൽ അവനെ എത്തിക്കുന്നതും ദൈവമാണ്. ആ ദൈവം നിശ്ചയിച്ച ഒരു ദിവസത്തിലേക്ക് പത്രോസിനെ നയിക്കാൻ ആദ്യ ദൈവം ഒരു വ്യക്തിയെ നിയോഗിച്ചു. ആ വ്യക്തിയുടെ പേരാണ് തന്റെ സഹോദരനായ അന്ത്രയോസ്. അന്ത്രയോസ് ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലും നമ്മളെല്ലാം മനസ്സിലാക്കിയ മശിഹ, അത് യേശുവാണെന്ന് ആ സഹോദരനായ അന്ത്രയോസ് മനസ്സിലാക്കി. ഈ അന്ത്രയോസ് ഈ വലിയ സത്യം മനസ്സിലാക്കിയിട്ട് അന്ത്രയോസ് മിണ്ടാതിരുന്നില്ല. അന്ത്രയോസ് നേരെ തന്റെ സഹോദരനായ പത്രോസിനെ പിടിച്ചുകൊണ്ട് യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ഒന്ന് ഇനി ചിന്തിക്കണം. നമ്മൾ ഈ ലോകത്ത് എവിടെയോ ഏതോ ഒക്കെ കോണിൽ ജീവിച്ചവരാണ്. നമ്മെ ഇവിടെ കൊണ്ടുവരാൻ ഏതോ അന്ത്രയോസുമാരെ കർത്താവ് നിയോഗിച്ചു. കാരണം ലോകസ്ഥാപനത്തിന് മുൻപ് നീ എവിടെയെങ്കിലും മത്സ്യബന്ധനം നടത്തി നീ അങ്ങനെ ജീവിക്കേണ്ടവരല്ല. നിന്നെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അതിലേക്ക് ദൈവം കൊണ്ടുവരാൻ ആ പദ്ധതിയിൽ ദൈവം ഉൾപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു എന്നെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ഓരോ വ്യക്തികൾ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അന്ത്രയോസുമാരെ കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി എവിടെയോ എങ്ങനെയോ പള്ളിയെ കമ്പറ്റി അങ്ങനെ പോകേണ്ട അനേകരെ എന്നെ ഇവിടെ എത്തിച്ചെങ്കിൽ, ഒരു അന്ത്രയോസിനെ പത്രോസിന് വേണ്ടി നിയോഗിച്ചെങ്കിൽ എനിക്ക് വേണ്ടിയും ദൈവം ആരെയൊക്കെ കണ്ടിരുന്നു എന്ന് നാം അറിയണം. പത്രോസിന്റെ അതിന്റെ പേര് ശീമോനായിരുന്നു. ശീമോനെ കണ്ട ഉടൻ കർത്താവ് പറഞ്ഞത് എന്താണ്? യോഹന്നാൻ 1:41. പത്രോസിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു, അന്ത്രയോസ് കൊണ്ടുവന്നു.
യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അത് പത്രോസ് ആകുന്നു. ഒരുപക്ഷെ ലോകം അത് കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസമായി തോന്നാം. ഒട്ടും ചഞ്ചല ഹൃദയം, അടുത്ത നിമിഷം മനസ്സ് മാറുന്ന ഏറ്റവും ദുർബല ഹൃദയത്തിന്റെ ഉടമയെ നോക്കി യേശു പറഞ്ഞു, നീ പാറ പോലെ ഉറപ്പുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയാണ് പത്രോസേ. ലോകസ്ഥാപനത്തിന് മുൻപ് നിന്നിൽ ഞാൻ കണ്ടത് അത്രയും ഉറപ്പുള്ള ഒരു പദ്ധതിയായിരുന്നു. നമ്മൾ സാധാരണ ഈ ആലയത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ വചനങ്ങളിലൂടെയും സാറിലൂടെയും ഒക്കെ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആ ആലോചന നമ്മൾ കേൾക്കും. പക്ഷേ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. പത്രോസ് ശ്രദ്ധിച്ചില്ല. പത്രോസും അത് കേട്ടെങ്കിലും മനസ്സിലാക്കാതെ പത്രോസ് തന്റെ പഴയ വഴിയിലേക്ക് പോയി. അപ്പൊ പത്രോസിനെ പിന്നിൽ നിന്ന് വലിക്കുന്നത് ആരാണ്? ലൂക്കോസ് 22:30 പറഞ്ഞു, ശീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. പിന്നിൽ സാത്താനുണ്ട്. ഇവിടെ സാത്താൻ പത്രോസിനെ തിരിച്ചു കൊണ്ടുവരാൻ കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപം, ഉപജീവന മാർഗം എന്ന ഒരു വലിയ തന്ത്രത്തിലൂടെ സാത്താനെ പിന്നിലേക്ക് കൊണ്ടുപോയി. ഈ വലിയ രഹസ്യം കർത്താവ് വെളിപ്പെടുത്തിയെങ്കിലും പത്രോസ് തിരികെ മീൻ പിടിക്കാൻ പോയി. മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പത്രോസ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് എല്ലാം ഒരു മീൻ പോലും കിട്ടാതെ തകർന്ന് ഇരുന്ന ഒരു ദിവസം പത്രോസിന്റെ ജീവിതത്തിൽ വന്നു. പലപ്പോഴും നമ്മെ കുറിച്ചുള്ള ദൈവ പദ്ധതികളൊക്കെ നമ്മൾ കേട്ട് കാണും. അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ എവിടെയൊക്കെ പോയി പരാജയപ്പെട്ട് നിരാശയോടെ ഇരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം അവനെ തേടി കർത്താവ് വന്നു. നീ ഇവിടെ നിരാശയിരിക്കേണ്ടവനല്ല, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ആ ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ ഭാഗമുണ്ട്. അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന പത്രോസിന്റെ പടകിൽ യേശു കയറി. അവിടെ കർത്താവ് വന്നിട്ട് അവിടെ ഒരു വലിയ അത്ഭുതം കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം നീ ഇപ്പോ മൈൻഡ് ചെയ്യാതെ പോയി, ഞാൻ ആരാണെന്ന് നീ അറിയണം. ഈ കടലിൽ ജനിച്ചു വളർന്ന പത്രോസിന് അറിയാം, ഇന്നലത്തെ രാത്രി മുഴുവനും ഒരു മീൻ പോലും അവിടെ ഇല്ല. കർത്താവ് പറഞ്ഞു, നീ ഒന്നുകൂടി വലയിട്ട് നോക്ക്. അവൻ അതുവരെ അധ്വാനിക്കാത്ത അത്രയും വലിയ സമ്പത്ത് ആ ഒറ്റ വലയിൽ അവന് കിട്ടി. പത്രോസ് ആരായിരുന്നു? അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണെന്ന് മനസ്സിലാകുന്നത് ഇവിടെയാണ്. കാരണം ഒരു ലോക മനുഷ്യനാണെങ്കിൽ ഇത്രയും വലിയ സമ്പത്തിനെ അവൻ നോക്കും. ഇത്രയും നമ്മൾ അധ്വാനിച്ചിട്ട് കിട്ടാത്തത് ഒറ്റ വാക്കിൽ കിട്ടിയല്ലോ, ഈ സമ്പത്തിനെ നോക്കും. പത്രോസ് ആരെ നോക്കി? മണ്ണിനെ നോക്കിയില്ല, മാണിക്യമാകുന്ന യേശുവിനെ നോക്കി. ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടാത്ത ആ മത്സ്യം ഒരൊറ്റ വാക്കിൽ ഉളവായി വരണമെങ്കിൽ ഈ യേശു നിസ്സാരനല്ല എന്ന് മനസ്സിലാക്കി ആ അത്ഭുതം നിറഞ്ഞ ദിവസം പടകിനെയും വലയെയും പത്രോസ് ഉപേക്ഷിച്ചു. ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം തിരഞ്ഞെടുത്ത പദ്ധതിയിലേക്ക് പത്രോസ് കാല് വെച്ച് കയറ്റുകയാണ്. നമ്മളെയും ഈ പെട്ടകത്തിൽ, ഈ ആലയത്തിൽ സാർ നമ്മുടെ ഭവനങ്ങളിലേക്ക് വന്ന് നമുക്ക് ഉപദേശങ്ങൾ തന്ന് ഈ സെക്കൻഡ് സർക്കിളിൽ ആരാധനകൾ വെച്ച് നമ്മെ ഈ പെട്ടകത്തിൽ ഈ വലിയ ദൗത്യത്തിന്റെ ട്രാക്കിൽ സാർ നമ്മളെ കൈവച്ച് കയറ്റുകയാണ്. പിന്നെ പത്രോസിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ തന്റെ 12 ശിഷ്യന്മാരിൽ ഒന്നാമത്തെ സ്ഥാനം പത്രോസിന് കർത്താവ് കൊടുത്തു. എല്ലാ പ്രധാനപ്പെട്ട ദൈവത്തിന്റെ പ്രവൃത്തികളിലും പത്രോസിനെ ദൈവം ഉൾപ്പെടുത്തി. നമുക്കറിയാം, മറുരൂപമല്ല, സ്വർഗീയ ദർശനം കണ്ട ആ വലിയ സ്വർഗം തുറക്കപ്പെട്ട അനുഭവത്തിൽ പത്രോസിനെയും കർത്താവ് ഉൾപ്പെടുത്തി. അനേക മരിച്ച ലാസറിന്റെയും മരിച്ച യായിറോസിന്റെ മകൾ അനേക അത്ഭുതങ്ങൾ വന്നപ്പോൾ പലരെയും ദൈവം കർത്താവ് ഒഴിവാക്കിയെങ്കിലും പത്രോസിനെ അവിടെ ഒക്കെ നിർത്തി. ഈ ലോകത്ത് അന്ന് കർത്താവ് 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിക്കുമ്പോഴും ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളിലും പത്രോസിനെ കർത്താവ് ഉൾപ്പെടുത്തി. പത്രോസിനോട് ദൈവം ഒരു വലിയ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അവനെ ഉറപ്പിക്കുന്ന ഒരു ചോദ്യം, പത്രോസേ, നീ എന്നെ ആരാകുന്നു എന്ന് പറയുന്നതിന് ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസിനെ കൊണ്ട് യേശുനാഥൻ പറയിപ്പിച്ചു. നീ ഈ ഭൂമിയിലെ ഒരു മനുഷ്യനല്ല, നീ കർത്താവിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് പത്രോസേ എന്ന് പത്രോസിനെ ഉറപ്പിക്കുകയാണ്. നമുക്കറിയാം, പിന്നാലെ ആരുണ്ട്? സാത്താനുണ്ട്. ഈ വാക്യം കഴിഞ്ഞ് ഒരു 5 വാക്യം കഴിയുമ്പോൾ കർത്താവ് പത്രോസിനെ ശാസിക്കുകയാണ്, സാത്താനെ വിട്ടുപോകും. അവൻ അടുത്ത നിമിഷം വീണ്ടും വീണു പോകുന്ന ഒരു പത്രോസിനെ കാണുന്നു. കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പ് വലിയൊരു പദ്ധതി പത്രോസിനായി ഒരുക്കി വയ്ക്കുമ്പോൾ പത്രോസിന്റെ ചിന്ത, ഈ 12 ശിഷ്യന്മാരിൽ ഞാനാണോ ഒന്നാമൻ എന്ന ഒരു ലോകം ജഡം പിശാച് സാത്താൻ പിന്നാലെയുണ്ട്. ഈ 12 പേരിൽ ഞാൻ ഒന്നാണോ? ജഡമോഹം എന്ന ഒരു മോഹത്തിൽ അവന്റെ പിന്നാലെ സാത്താനുണ്ട്. വീണ്ടും ഞാൻ എന്റെ വിൽപ്പവർ കൊണ്ട്, എന്റെ ശക്തി കൊണ്ട് കർത്താവിന് വേണ്ടി എന്റെ പ്രാണൻ വരെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്നെ ഇന്ന് പരസ്യമായി തള്ളി പറയും എങ്കിലും ഇല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുവെങ്കിലും അവിടെ വീണുപോയ പത്രോസ് വളരെ വേഗം നോക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കഴിഞ്ഞ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം ആ വാർത്ത കേട്ടപ്പോൾ യേശുവിനെ കാണാൻ വേഗത്തിൽ ഓടിയ പത്രോസ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടെങ്കിലും വളരെ വേഗം യേശുവിനെ വിട്ടിട്ട് ആ പഴയ തൊഴിലിലേക്ക്
വലയും മീനും പിടിക്കാൻ പത്രോസ് മടങ്ങിപ്പോയി. അവിടെ കർത്താവ് അവന്റെ പിന്നാലെ പോവുകയാണ്. അവന്റെ ഏത് അവസ്ഥയിലും, കാരണം നീ ആരാണ്? നീ ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. കർത്താവ് അവനെ തേടി ആ പടകിൽ വരികയാണ്. അവന് വേണ്ടിയുള്ള ആഹാരവും ഭക്ഷണവും കർത്താവ് അവന് കൊടുത്തിട്ട് പത്രോസിനെ കൊണ്ട് 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസിനെ കൊണ്ട്, പത്രോസേ നീ 3 പ്രാവശ്യം എന്നെ സ്നേഹിക്കുന്നു എന്ന് അവന്റെ നാവ് കൊണ്ട് ഉറപ്പിച്ച് കർത്താവ് നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി എന്ന് അറിയിക്കുന്നു. എന്റെ ആടുകളെ മേയ്ക്കുക എന്നതാണ് ലോക സ്ഥാപനത്തിന് മുൻപ് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച പദ്ധതി. ആ വലിയ രഹസ്യം പറഞ്ഞ് പിന്നെ കർത്താവ് സ്വർഗ്ഗാരോഹണത്തിലേക്ക് പോവുകയാണ്. കർത്താവ് പോകുന്ന സമയം പത്രോസിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവരോട് കൂടിയിരിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1:4 നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന ഒരു ഉപദേശം കൊടുത്തിട്ട് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുകയാണ്. ഇവിടെയാണ് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് എത്തിയത്. പത്രോസിന് വേണ്ടി കർത്താവ് ഒരു ആലോചന കൊടുത്തു. പത്രോസേ നീ കാത്തിരിക്കണം. ഒരു മാളിക മുറി കാത്തിരിക്കാൻ പത്രോസിന് വേണ്ടി കർത്താവ് ഒരുക്കി. നമുക്കും ഈ പ്രാർത്ഥനാലയം കർത്താവിന്റെ ഒരു വലിയ ഇടപെടലിനായി തന്ന ഒരു ആലയമാണ്. കർത്താവ് പറഞ്ഞു, നീ അവിടെ പോയി ഇരുന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാൻ നിന്റെ കൂടെ ഞാൻ കുറച്ചു പേരെ തരുന്നുണ്ട്. നീ അവിടെ ഇരുന്ന് സ്വസ്ഥമായി ആലോചിക്കണം. ഇന്നലെ മുതൽ ഞാൻ നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് നീ അറിയണം. ഈ ആലയത്തിൽ നിന്ന് സ്വസ്ഥമായി അറിയണം. എവിടെയൊക്കെ ആയിരുന്നു നമ്മെ അന്ത്രയോസ്മാരിലൂടെയും വചനങ്ങളിലൂടെയും ഇവിടെ കർത്താവ് കൊണ്ടുവന്നെങ്കിൽ അതിന്റെ പിന്നിൽ എന്റെ കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. പത്രോസ് അവിടെ ഇരുന്ന് തീരുമാനിച്ചു. അവൻ തിരിച്ചറിഞ്ഞു, ഞാൻ എന്റെ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിയ ഒരു ദിവസം പത്രോസിനെ തേടി വന്നു. ആ പത്രോസിനെ തേടി വന്ന ദിവസത്തിന്റെ പേരാണ് പെന്തക്കോസ്താ ദിനം എന്ന് നമ്മൾ ഇന്ന് വായിച്ചത്. ലോകം ആഘോഷത്തിന്റെ മറവിൽ, ആ ആഘോഷത്തിന്റെ പിന്നാലെ പോകുമ്പോൾ മാളികമുറയിൽ ആ ഒറ്റയ്ക്കിരുന്ന് തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദൗത്യത്തിനായി കാത്തിരുന്ന പത്രോസിനെ തേടി ആ ഭാഗ്യദിനം എത്തി. ആ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലിരുന്ന് ഇതാണ് സമയം, ഈ സമയം വിട്ടുകളയരുത്. പത്രോസ് ദൈവത്തിന്റെ സന്നിധിയിൽ, കർത്താവേ ഇതുവരെയുള്ള എന്റെ കുറവുകളെയും എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി അടിയൻ ഇതാ എന്ന് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി പത്രോസിനെ വിട്ടുകൊടുക്കുന്ന സമയം സ്വർഗം തുറക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2 കാണുന്നത്. കാരണം ഇതാണ് ഈ നിമിഷത്തിന് വേണ്ടി സ്വർഗം കാത്തിരുന്നു. ആ വലിയ ആദരവ് സ്വർഗം ആ ഉടമ്പടിയെ ആശീർവദിക്കുകയാണ്. അവിടെയാണ് ആകാശത്ത് ഒരു പടിമുഴക്കമുണ്ടായി. അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവിടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, ആ പരിശുദ്ധാത്മാവ് അവനെ മുദ്രയിടുന്ന വലിയൊരു അവസരം അവിടെ ഉണ്ടായി. പിന്നെ നമ്മൾ കാണുന്നത് ആ പഴയ പത്രോസ് അല്ല. ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം പത്രോസ് എന്ന ഒരു വ്യക്തിയെ കണ്ടുവച്ചിരുന്ന ഒരു പത്രോസ് ഉണ്ട്. അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ ദൈവം കണ്ട പത്രോസ്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിച്ചിരിക്കും. ഈ അധികാരമുള്ള പത്രോസിനെ നമ്മൾ കാണുകയാണ്. ആ ഭാഗ്യത്തിന് പത്രോസിനെ തേടി വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് ഒരു പുതിയ മനുഷ്യനാണ്. ഈ ഒരു അത്ഭുത മനുഷ്യനെയാണ് ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ ഒരുക്കി വച്ചിരിക്കുന്നു എന്നത് നാം അവിടെ കാണുകയാണ്. പരിശുദ്ധാത്മാവ് പത്രോസിനെ മുദ്രയിട്ട് ഒരു പുതിയ പത്രോസ്, ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, ഒരു പുതിയ മനുഷ്യനായി വന്നപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിച്ചു? പത്രോസ് വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്ത് സംസാരിക്കാൻ തുടങ്ങി? അപ്പോസ്തലപ്രവൃത്തി 4:5 യേശുവിനെ ക്രൂശിച്ച പ്രമാണികളും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും കന്യഭാവം അവിടെ യേശുവിനെ ക്രൂശിച്ചവരുടെ മുമ്പിൽ പോയി നിന്നിട്ട്, ഒരിക്കൽ ഞാൻ യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ പത്രോസ്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശുവാണ് രക്ഷകൻ, ഈ യേശുവിനല്ലാതെ മറ്റൊരുത്തരിലും രക്ഷയില്ല എന്ന് പത്രോസ് യേശുവിനെ ക്രൂശിച്ചവരുടെ മുമ്പിൽ പത്രോസ് വിളിച്ചു പറയാൻ തുടങ്ങി. അത് കേട്ടവുടൻ അവരെ പത്രോസിനെ തടവിലാക്കിയെങ്കിലും അവിടെ ദൈവത്തിന്റെ പദ്ധതി നീ ഈ തടവിൽ കിടന്ന് നശിക്കാനല്ല, അവിടെ ഒരു ദൂതനെ അയച്ച് പത്രോസിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഒരു ഭാഗ്യദിനത്തിന് ശേഷം കാണുന്ന പത്രോസ് ഒരു അത്ഭുത മനുഷ്യനാണ്. പലപ്പോഴും വേദപുസ്തകത്തിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട്. യോഹന്നാൻ 14:22 പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും
വലിയത് അവൻ ചെയ്യും. ഞാൻ നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രന് മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. പത്രോസിനെ പിന്നെ കാണുമ്പോൾ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേരെ യേശുവിന് വേണ്ടി നേടുന്ന ഒരു പത്രോസിനെ കാണുകയാണ്. അത് പഠിപ്പില്ലാത്തവരെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച പത്രോസിനെ ഒരു പുതിയ മനുഷ്യനായി മാറിയപ്പോൾ, സ്വർഗ്ഗം ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ട ആ പത്രോസായി മാറുന്ന സമയം മുതൽ അത്ഭുത മനുഷ്യനായി പത്രോസ് മാറുകയാണ്. ജന്മന ഗുണന്തനായ ഒരു വ്യക്തി, അവന്റെ പൊന്നും വെള്ളിയിരിക്കില്ല, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ നടക്കുന്ന അത്ഭുതം. തബീത എന്ന് പറഞ്ഞ മരിച്ചുപോയ ഒരു മകളെ അവൻ യേശു ചെയ്ത അതേ പ്രവർത്തനം ഉയർപ്പിക്കുന്ന ഒരു വലിയ രഹസ്യം കാണുന്നു. പത്രോസിലൂടെയാണ് വിജാതീയനായ കൊർന്നേലിയോസിന്റെ വിജാതീയരിലേക്ക് സുവിശേഷം വന്നത്. പത്രോസിലൂടെയാണ്. അങ്ങനെയാണ് നമ്മുടെ അരികിലേക്ക് യേശുവിന്റെ വചനം എത്താൻ ഇടയായത്. പത്രോസിന്റെ ലേഖനങ്ങളെ വായിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പത്രോസ് എന്ന വ്യക്തിയെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു എന്ന വലിയ രഹസ്യം അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരു അത്ഭുത മനുഷ്യനായി പത്രോസ് മാറുന്നു. കർത്താവിന്റെ ലോക അവസാനത്തിൽ ചൂള പോലെ കത്തുന്ന ദിവസങ്ങളും മൂലങ്ങളെല്ലാം കത്തി വിരിയുന്ന ഒരു ദിവസമൊക്കെ പത്രോസ് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ആ ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും സ്വന്തം മകൻ എന്ന് എഴുതി വെച്ചത് പത്രോസാണ്. ഇത്രയും വലിയ രഹസ്യങ്ങൾ പത്രോസിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ AD 64-67 എത്തുമ്പോൾ ദൈവം ലോകസ്ഥാപനത്തിന് മുൻപ് പത്രോസ് എന്ന വ്യക്തിക്കായി നിയോഗിച്ചു വച്ച ആ ദൗത്യത്തിന്റെ സമയം കഴിഞ്ഞ ഒരു കാലഘട്ടം. അവിടെ എത്തുമ്പോൾ AD 67 നീറോ ചക്രവർത്തി പത്രോസിനെയും പത്രോസിന്റെ ഭാര്യയെയും അവർ തടവിലാക്കി പത്രോസിനെയും ഭാര്യയെ പിടിച്ചുകൊണ്ടുപോയി. അവിടെ പറയുന്നു, നിങ്ങൾ ഇതുവരെ പ്രസംഗിച്ച യേശുവിനെ തള്ളി പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം, ഇല്ലെങ്കിൽ ക്രൂശ് മരണം നിനക്കായി ഞാൻ തരുന്നു. അവിടെ തന്റെ കൺമുൻപിൽ വെച്ച ആദ്യം തന്റെ ഭാര്യയെ നീറോ കൈസറും അവന്റെ പടയാളികളും ക്രൂശിൽ തറച്ചു. പത്രോസ് മിണ്ടിയില്ല. കാരണം പത്രോസിന് അറിയാം, ജീവിച്ചിരുന്നപ്പോൾ എന്റെ കർത്താവ് ഒരു വാഗ്ദത്തം കൊടുത്തു. മത്തായി 19:27 കർത്താവ് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവിടെ കർത്താവ് ഒരു ഉറപ്പ് കൊടുത്തു. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. യേശു പത്രോസിനോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും. ഈ മരണത്തോടെ നിന്നെ അവസാനിപ്പിക്കാനല്ല പത്രോസേ ലോകസ്ഥാപനത്തിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടത്. നീ ആ ഇസ്രായേൽ ഗോത്രത്തിൽ ന്യായം വിധിക്കുന്ന 12 പേരിൽ നീയുണ്ട് എന്ന് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. വെളിപാട് പുസ്തകം 21:14 നഗരത്തിന്റെ മതിലിൽ 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുമുണ്ട്. അതിലും പത്രോസിന്റെ പേരും ഉണ്ട്. ഈ ഉറപ്പ് കണ്ട പത്രോസ് ഒരു കാര്യം മാത്രം നീറോയോട് അപേക്ഷിച്ചു. അല്ലയോ നീറോ, എനിക്ക് അപേക്ഷിക്കാൻ ഒന്നേ ഉള്ളൂ. എന്റെ ഗുരുവും എന്റെ പ്രാണപ്രിയനുമായ യേശുവിന് വേണ്ടി കർത്താവ് ക്രൂശിച്ചതുപോലെ എന്നെ ക്രൂശിക്കല്ലേ, തലകീഴായി എന്നെ ക്രൂശിക്കണമേ എന്ന് അപേക്ഷിച്ചു. പത്രോസിനെയും അവർ തലകീഴായി ക്രൂശിച്ച് അദ്ദേഹത്തിന്റെ ജീവിതവും അവസാനിച്ചു. പത്രോസിനെ കുറിച്ച് കർത്താവ് ആദ്യം പറഞ്ഞൊരു മതമുണ്ട്. നിന്നെ പാറ പോലെ ഉറപ്പുള്ള വിശ്വാസമാണ് പത്രോസെ നിന്നെ ഞാൻ കണ്ടത്. ഇന്ന് ഏത് ഭീകര പ്രവർത്തനങ്ങളും ആരും സുവിശേഷ വിരോധികൾ വന്നാലും യേശുവിന് വേണ്ടി ഈ നിലപാടെടുത്ത പത്രോസിന്റെ പാറ പോലെ ഉറച്ച ഹൃദയമാണ് കർത്താവിന്റെ 2ാം വരവ് വരെ ഈ സഭയെ നയിക്കുന്നത്. യേശുവിന് വേണ്ടി ഒരിക്കൽ ആ മത്സ്യബന്ധനം നടത്തി അവിടെ എവിടെയോ തീരേണ്ട പത്രോസ് അല്ല നിന്നെ ഞാൻ കണ്ടത്. ലോകസ്ഥാപനത്തിന് മുമ്പ് ഞാൻ നിനക്ക് വേണ്ടി വെച്ച പോയിന്റ് ഈ വലിയ ദൗത്യമാണ്. പത്രോസ് എന്ന ഈ വിശ്വാസത്തിലാണ് ക്രിസ്തീയ സഭയെ കർത്താവ് പണിതിരിക്കുന്നത്. പത്രോസ് യേശുവിനെ വിശ്വസിച്ച ആ വിശ്വാസത്തിന്റെ പുറത്താണ് ക്രിസ്തീയ സഭ പണിതിരിക്കുന്നത്. യേശുവിനെ വിശ്വസിച്ച പത്രോസ്, യേശുവിനെ ഏറ്റുപറഞ്ഞ പത്രോസ്, ആ വ്യക്തിയുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മെ ലോകസ്ഥാപനത്തിന് മുൻപ് ഒരു വലിയ പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പത്രോസിന് അത് തിരിച്ചറിയാൻ ഒരു ദിനം വേണ്ടി വന്നു. ആ ദിനത്തിന്റെ പേരാണ് ഭാഗ്യ ദിനം. ഈ ദിവസത്തെ നോക്കി കർത്താവ് പറയുന്നു, ഈ 2026 4ാമത്തെ ദിവസം, ആദ്യത്തെ ന്യായം നമ്മുടെ ജീവിതത്തിലും കർത്താവിന് വേണ്ടി ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ലോകസ്ഥാപനത്തിന് മുൻപ് എന്നെ കുറിച്ച് എന്റെ കർത്താവ്
ഒരുക്കി വെച്ച ആ പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞ് എന്നെ കർത്താവിന് വിട്ടുകൊടുക്കുന്ന ആ ഭാഗ്യദിനമായി മാറുവാൻ കർത്താവ് നമുക്ക് ആലോചന ചെയ്യുകയാണ്. നാളെ എന്ന് പറയുന്നത് ഇന്ന്, ഇത് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം എന്ന് കർത്താവ് നമുക്ക് ആലോചന തരുന്നു. ഞാൻ അടിയനിതാ എന്റെ കർത്താവിന് വേണ്ടി എന്നെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ ആ നിമിഷം സ്വർഗം തുറക്കും. സ്വർഗം ഈ കരാറിന് സാക്ഷി നിന്ന് ആ പെന്തക്കോസ്ത പെരുന്നാളിൽ അവിടെ പത്രോസ് യേശുവിന് വേണ്ടി തന്നെ വിട്ടുകൊടുത്തപ്പോൾ സ്വർഗം ആനന്ദിച്ച ആ വലിയ ദൗത്യം, ആ വലിയ ആനന്ദം അവിടെ വരും. സ്വർഗം പരിശുദ്ധാത്മാവിനാൽ പത്രോസിനെ മുദ്രയിട്ട് ഒരു പുതിയ മനുഷ്യനായി മാറിയതുപോലെ ഈ ദിവസം ഈ ആരാധന നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യദിനമായി മാറുവാൻ ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും സഹായിക്കട്ടെ. സ്വർഗഭൂമി കരാറിനു സാക്ഷി നിൽക്കും മനമേ, എന്നും എന്നിൽ പുതുക്കുന്നു നൽമുദ്ര നീ ശുദ്ധാത്മാവേ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ, കാത്തു പ്രാർത്ഥിക്കാറാക്കിയ ആർത്തു ഘോഷിക്കാറാക്കിയ ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യകരമായി മാറുവാൻ ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിരുന്ന പ്രാർത്ഥന. എന്നതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്നതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സമ്രദം കാണുന്നു ഞാൻ. നിശ്ചയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം ആയിരം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന കർത്താവേ, പിതാവേ, 45ാമത് വാർഷിക കൺവെൻഷന്റെ ഈ 4ാമത്തെ ദിനം രാത്രിയിൽ അചഞ്ചലമായ ദൈവസ്നേഹത്തെ കുറിച്ചും ദൈവ പൈതലിനെ കുറിച്ചോ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ചും ഞങ്ങൾക്ക് കേൾക്കുവാൻ സാക്ഷിപ്പാൻ ദൈവം തന്ന അവസരത്തിനാണ് സ്തോത്രം. ലോകം അംഗീകരിക്കാത്ത ശീമോനെ പത്രോസ് എന്ന ദൈവം പേർ വിളിച്ചോ, അവനെ ഒന്നാമനായി സ്നേഹിച്ചോ, എല്ലാ ശിഷ്യന്മാർക്കും ഒന്നാമനായി യേശുവിന്റെ ശുശ്രൂഷകളിൽ കൂടെ ആക്കിയതുപോലെ കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളവരുടെ മധ്യേ ഞങ്ങൾ ഏറ്റവും പിന്തള്ളപ്പെട്ടവരെങ്കിലും ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ രാത്രിയിലും ഞങ്ങൾക്ക് ഈ ആലയത്തിൽ കടന്നു വരാൻ ദൈവം അവസരം നൽകിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥനാലയത്തിന്റെ സ്ഥാപകനായിരിക്കുന്ന പ്രിയ സാറിനായി, കുടുംബാംഗങ്ങൾക്കായി, ഇവിടെ പലവിധത്തിൽ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ഇന്ന് സാക്ഷ്യം പറഞ്ഞ, തിരുവചനം പ്രസ്താവിച്ച
എല്ലാ പ്രിയ മക്കളോടും ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹം കൂടെ ഇരുന്ന് അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളെ പാറ്റിക്കളയേണ്ടതിന് ശത്രു ശ്രമിച്ചിട്ടും ദൈവം ഞങ്ങളെ ഏൽപ്പിക്കാത്തത് കൊണ്ടോ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ്. അതുകൊണ്ട് തന്നെ പാട്ടുകാരനെ പോലെ ഞങ്ങളും പറയുന്നു, നിന്നതല്ല ഞാൻ, ദൈവം എന്നെ നിർത്തിയതാണ് എന്ന്. ദൈവത്തിന്റെ നാമത്തിന്റെ അതിശയകരമായ ശക്തിയെ ആയിരം നാവുകൾ കൊണ്ട് വർണ്ണിപ്പാൻ കഴിയാതിരിക്കെ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കയാൽ സ്തോത്രം കർത്താവെ. ഞങ്ങൾ മടക്കയാത്രയിലാണ്. ഞങ്ങളുടെ യാത്രകളെ, ഞങ്ങളുടെ വാഹനത്തെ ദൈവം അനുഗ്രഹിക്കണം. ഈ രാത്രി സുഖമായ നിദ്ര നൽകി നാളത്തെ പ്രഭാതത്തിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പങ്കുചേർന്നു. വൈകുന്നേരത്തോടെ വീണ്ടും ഈ ഭാഗത്ത് കടന്നു വന്ന് കർത്താവിന്റെ സുവിശേഷം കേൾക്കുവാനും കർത്താവിനെ സാക്ഷിപ്പാനും സ്വർഗസ്ഥനെ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവ്. അവിടുത്തെ കൃപ കൊണ്ടും നന്മ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണം. കർത്താവിന്റെ വരവ് വരെയും കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മിഷൻ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനേകർ കണ്ടെത്തുവാൻ ഈ നാളുകളിൽ ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആവശ്യമാകുന്ന എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും കൃപകളാലും നിറയ്ക്കും. ഞങ്ങൾ കേട്ട തിരുവചനം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ കർത്താവ് നല്ല നിലമാകുന്ന ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട് 30, 60, 100 മേനി ഫലം നൽകുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം. സകല നന്മകളാലും നിറയ്ക്കണം, അനുഗ്രഹിക്കണം. മാനവും മഹത്വവും പുകഴ്ചയും തമ്പുരാന് തന്നെ. ആമേൻ. ഇപ്പോഴും സദാകാലത്തോളം ബഹുമാനവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. പിതാവായ ദൈവം പരിശുദ്ധ നാം നിങ്ങളുടെ കാലാവസാനത്തിരിക്കുമാറാകട്ടെ. Maria.